ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കോഡ് മന്ത്ര. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് ജാവ പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. ഇത് നമ്മുടെ ആദ്യത്തെ കോഡിംഗ് വീഡിയോ ആയതുകൊണ്ട് വളരെ സിമ്പിളായ ഒരു പ്രോഗ്രാം തന്നെ എഴുതാം. ജാവ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ബിഗിനേഴ്സിന് നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. ആദ്യമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. JDK, അതായത് ജാവ ഡെവലപ്മെന്റ് കിറ്റ്. 2. IDE. നമുക്ക് ഏത് IDE ഉപയോഗിച്ചും ജാവ കോഡ് എഴുതാൻ സാധിക്കും. പോപ്പുലർ ആയിട്ടുള്ള ചില IDEs ആണ് IntelliJ, VS കോഡ്, പിന്നെ എക്ലിപ്സും. ഈ ട്യൂട്ടോറിയലിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് IntelliJ IDE ആയിരിക്കും. IntelliJയും JDKയും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്കിനി കോഡിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് IntelliJ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കൊരു പുതിയ ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് മേലെ കാണുന്ന ഈ മെയിൻ മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ന്യൂ എന്ന ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്ന ഒരു പോപ്പപ്പ് വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് പലതരത്തിലുള്ള പ്രോജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസിൽ നിന്ന് ജാവ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിലെ വിൻഡോയിൽ പുതിയ ജാവ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ആദ്യം നെയിം. ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിന്റെ പേരാണ് കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഹലോ വേൾഡ് എന്ന പേര് കൊടുക്കാം. അടുത്തത് ലൊക്കേഷൻ. നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യേണ്ടതെന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഇത് IntelliJ തന്നെ ക്രിയേറ്റ് ചെയ്ത ഐഡിയ പ്രോജക്ട്സ് എന്ന ഫോൾഡർ ആയിരിക്കും. ഒന്നുകിൽ നമുക്ക് ഈ ഫോൾഡർ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതല്ല, മറ്റു ഫോൾഡേഴ്സിലേക്ക് പ്രോജക്റ്റ് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു പുതിയ ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതും സാധ്യമാണ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് ഫോൾഡറിൻ്റെ അകത്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഡെസ്ക്ടോപ്പ് ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ ഡയറക്ടറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജാവ കോഡിംഗ് എന്ന പേരാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അടുത്തത് ബിൽഡ് സിസ്റ്റം. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. നെക്സ്റ്റ് JDK. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ജാവ 17 വെർഷനാണ്. അതിവിടെ ബൈ ഡിഫോൾട്ട് സെലക്ട് ആയിട്ടുണ്ട്. അടുത്തത് ആഡ് സാമ്പിൾ കോഡ് എന്ന ചെക്ക് ബോക്സ് ആണ്. ഇത് ചെക്ക് ചെയ്താൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുന്നതോട് കൂടെ തന്നെ ഒരു സാമ്പിൾ ജാവ കോഡും IntelliJ നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്കിത് അൺചെക്ക് ചെയ്ത് വെക്കാം. ഇനി ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോപ്പപ്പ് ലഭിക്കും. ദിസ് വിൻഡോ എന്ന് സെലക്ട് ചെയ്താൽ ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുന്ന പ്രോജക്റ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ട് സെയിം വിൻഡോയിൽ തന്നെ നമ്മുടെ പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ആവും. അതല്ല, ന്യൂ വിൻഡോ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ പുതിയൊരു വിൻഡോയിലായിരിക്കും നമ്മുടെ പ്രോജക്റ്റ് ഓപ്പൺ ആയി വരുന്നത്. നമുക്കിപ്പോൾ ന്യൂ വിൻഡോ ഓപ്ഷൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ജാവ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രോജക്റ്റിന്റെ മെയിൻ ഫോൾഡറിന്റെ അകത്തുള്ള SRC എന്ന ഫോൾഡറിലാണ് നമ്മൾ ജാവ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനായി SRC ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി ജാവ ക്ലാസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്ലാസ് എന്താണെന്ന് വരും വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ ജസ്റ്റ് വീഡിയോ മാത്രം ഫോളോ ചെയ്യുക. ഇനി ഈ ക്ലാസ്സിനൊരു നെയിം കൊടുക്കണം. നമുക്കിതിന് ഹലോ വേൾഡ് പ്രോഗ്രാം എന്ന പേര് കൊടുക്കാം. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹലോ വേൾഡ് പ്രോഗ്രാം എന്ന ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ വലത് സൈഡിലെ വിൻഡോയിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. ഇടത് സൈഡിൽ കാണുന്ന നമ്മുടെ പ്രോജക്റ്റിന്റെ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആണ്. ഇനി നമുക്ക് ശരിക്കും കോഡ് എഴുതാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹലോ വേൾഡ് പ്രോഗ്രാം എന്ന ജാവ ഫയൽ ഓപ്പൺ ചെയ്തു. ഈ കാണുന്ന കീവേഡ്സിനെ കുറിച്ച് ആരും ഇപ്പോൾ ബോധറാവേണ്ട ആവശ്യമില്ല. എല്ലാം വരും വീഡിയോകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് സെയിം കോഡ് തന്നെ എഴുതുക.
ഈ കാണുന്ന കേർലി ബ്രേസസിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൻ്റെ ഇടയിലാണ് നമ്മൾ ബാക്കി കോഡ് എഴുതേണ്ടത്. സോ ടൈപ്പ് ചെയ്യുക പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. സ്ട്രിങ് എസ് ക്യാപ്സ് ആണ്, ശ്രദ്ധിക്കുക. ARGS എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം മറ്റേ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക. ഇനി കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൻ്റെ ഇടയിലാണ് ഇനി വരുന്ന കോഡ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ബാക്കി കോഡ് എഴുതുക. system.out.println. ഇനി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനിടയിൽ ഡബിൾ കോട്ട്സിൽ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു സെമിക്കോളൻ കൂടി ഇടുക. ഇനി ഇതിനെ സേവ് ചെയ്യുക. ഒന്നുകിൽ ഫയൽ ഓപ്ഷന് താഴെയുള്ള സേവ് ഓൾ ഉപയോഗിച്ച് സേവ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+S എന്ന കീബോർഡ് ഷോർട്ട്കട്ട് ഉപയോഗിച്ചും സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹലോ വേൾഡ് പ്രോഗ്രാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ റൺ ചെയ്ത് നോക്കാം. അതിനായി നമ്മൾ എഴുതിയ ഈ മെയിൻ മെത്തേഡിന് നേരെയുള്ള പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള റൺ ഹലോ വേൾഡ് പ്രോഗ്രാം ഡോട്ട് മെയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇൻ്റലിജ നമ്മുടെ കോഡിനെ റൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ താഴെ കാണുന്ന ഈ ടെർമിനലിൽ നമ്മുടെ കോഡിൻ്റെ ഔട്ട്പുട്ടായ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ സെയിം ഔട്ട്പുട്ട് തന്നെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാം എഴുതാനും റൺ ചെയ്യാനും സാധിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ് എവ്രിവൺ. ഇതൊരു തുടക്കം മാത്രമാണ്. വരും വീഡിയോസിൽ നമുക്ക് വലിയ വലിയ പ്രോഗ്രാംസ് ഒരുമിച്ച് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എഴുതി അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണുന്നത് വരെ ടേക്ക് കെയർ.